എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയം അങ്ങനെയുള്ള ചൂടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു പ്രസൻറ്റേഷനുമായിട്ട് വരുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അള്ളാഹു ശാസ്ത്രം എന്നാണ്. അള്ളാഹു ശാസ്ത്രം എന്ന് ഞാൻ ഒരു സർക്കാസ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഖുർആൻ സയൻസ് എന്നാണ് ലോകപ്രശസ്തമായ ടെർമിനോളജി. ഖുർആൻ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആശയതലമുണ്ട്. അത്തരത്തിലുള്ള കുറേ ചർച്ചകൾ, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുറേ പണ്ഡിതന്മാരുണ്ട്, സോ കോൾഡ് ശാസ്ത്രജ്ഞന്മാരുണ്ട്. അപ്പോൾ ഇസ്ലാം, എല്ലാ മതങ്ങളും പൊതുവിലും ഇസ്ലാം പ്രത്യേകിച്ചും, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് മതങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം, ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നത് എന്നതാണ്, അതിലിവരെടുക്കുന്ന ഇരട്ടത്താപ്പുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിന് പലപ്പോഴും ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളൊരു ബൊഫെ ഡിന്നറിന് ചെന്നതുപോലെയാണ്. അതിങ്ങനെ മൊത്തത്തിലൊന്നിങ്ങനെ നോക്കും, എല്ലാം ഒന്ന് വട്ടം കറങ്ങി നോക്കിയിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് പാകമാവുന്നത്, നമുക്ക് വേണം എന്ന് തോന്നുന്നത് എടുക്കും, അല്ലാത്തത് ഒഴിവാക്കും. ഇതാണ് ശാസ്ത്രത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എക്കാലത്തും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ശാസ്ത്രവും മതവും കാര്യങ്ങളെ വിശദീകരിക്കുന്നതിലുള്ള വ്യത്യാസം നിങ്ങൾക്കൊക്കെ അറിയാം. ശാസ്ത്രം എന്ന് പറയുന്നത് തെളിവുകളും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ തെളിവുകളിൽ നിന്ന് തെളിവുകൾ നയിക്കുന്ന ദിശയിലേക്കാണ് ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങൾ പോവുക. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ആദ്യമേ ഒരു തീരുമാനം ഉണ്ടാവും, ആ തീരുമാനത്തിൽ നിന്ന് തെളിവ് അന്വേഷിച്ച് പോവാണ്. അതുകൊണ്ടാണ് ചില ബൊഫയിൽ കയറിയിട്ട് ആവശ്യമുള്ളത് മാത്രം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അതേപോലെ തന്നെ മതങ്ങൾ, ശാസ്ത്രത്തിൻ്റെ രീതി ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കിട്ടിയ തെളിവുകളെ വീണ്ടും ചോദ്യം ചെയ്യുക, പുതിയ കാര്യങ്ങളിൽ പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഒരാളൊരു നിഗമനമോ ഒരു സിദ്ധാന്തമായിട്ട് വരുമ്പോൾ അതിൽ ചോദ്യങ്ങൾ, യുക്തിഭദ്രമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചോദ്യങ്ങളിലൂടെ പുതിയ പുതിയ ശരികളിലേക്ക്, അല്ലെങ്കിൽ മികച്ച വസ്തുതകളിലേക്ക്, അറിവിലേക്ക് പോകുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. പക്ഷെ മതത്തിൽ അങ്ങനെയല്ല. മതത്തിൽ നമ്മളടുത്ത് തെളിവും വസ്തുതയൊക്കെ ആദ്യം കിതാബിലുണ്ട്, പിന്നെ നമ്മൾ ചോദിക്കാൻ പാടില്ല. ഈ കിതാബിലേക്ക് പാകമാകുന്ന തെളിവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ച് വന്നോളൂ, അതിൽ നിങ്ങൾ PhD എടുത്തോളൂ, അതിന് വേണ്ടി നിങ്ങൾ എന്ത് വേണേൽ പഠിച്ചോ. പക്ഷേ ഇതിൽ വേറെ ചോദ്യമൊന്നും ചോദിക്കരുത്, കാരണം ഉത്തരം ഇവിടെ കിതാബിലുണ്ട്. അതുകൊണ്ട് മതം അതിനെ തീരെ അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് പുതിയ അറിവ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് അപ്ഡേറ്റ് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. മതത്തിൽ പിന്നെ അങ്ങനെ മാറ്റമൊന്നുമില്ല. എല്ലാ കാലത്തേക്കും ഏറ്റവും ഉത്തമമായതും ഏറ്റവും മികച്ചതും നമ്മളടുത്തുള്ളത് എന്തോ അതായിരിക്കും. അപ്പോൾ പുതിയ കാലത്ത് ശാസ്ത്ര യുഗത്തിൽ ഇസ്ലാമിക സമൂഹം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദഅവ പ്രസ്ഥാനങ്ങൾ, ഇസ്ലാമിക പ്രബോധനം ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിട്ടുള്ള സംഘങ്ങളൊക്കെ ഖുർആൻ കാലികമാണ്, ഖുർആൻ സാർവലൗകികമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവർ പല ഗവേഷണ പഠനങ്ങൾ എന്ന പേരിൽ പല കസർത്തുകൾ നടത്തിയിട്ട് ഖുർആനിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസ്ത്ര വസ്തുതകളും അത്ഭുതങ്ങളും ചെകഞ്ഞെടുക്കുന്ന കലാപരിപാടിയുണ്ട്. സാധാരണഗതിയിൽ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖുർആനിലുള്ള വാക്കുകൾക്ക്, ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിഗമനത്തിലെത്തിയ പുതിയ കാര്യങ്ങൾ, പുതിയ കാലത്തെ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, അതിലേക്ക് പദത്തിൻ്റെ അർത്ഥം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഖുർആൻ വചനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഖുർആൻ വചനങ്ങളുടെ പദങ്ങളുടെ അർത്ഥം മാറ്റുക, വാക്കുകളുടെ അർത്ഥം മാറ്റുക, പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കലാപരിപാടിയാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ടാണ് ശാസ്ത്രം കണ്ടുപിടിച്ചതിന് ശേഷം അത് ഞങ്ങളെ ഖുർആനിൽ മുന്നേ പറഞ്ഞിരിക്കണ് എന്ന് പറയലാണ് ഖുർആനിക ശാസ്ത്രം, അല്ലെങ്കിൽ അള്ളാഹു ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി. ഞാൻ അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറയാണ്, സമയമെടുക്കുന്നില്ല, പോയിൻ്റ് മാത്രം ചുരുക്കി പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഭൂമിയുടെ ആകൃതിയുമായി ബന്ധപ്പെട്ടാണ്. വാസ്തവത്തിൽ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിന് മുൻപ് തന്നെ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ആളുകൾക്ക് ധാരണയുണ്ട്. പക്ഷേ അതൊരു ശാസ്ത്രീയമായിട്ടുള്ള കൺഫർമേഷൻ വന്നിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഭൂമി പരന്ന പരവതാനി പോലെ വിരിച്ചിട്ട ഒരു വിരിപ്പ് പോലെ ആണുള്ളത്. അതായത് പരന്ന ഭൂമിയാണ്. ഇന്നും
ഈ ഫ്ലാറ്റ് എർത്ത് സിദ്ധാന്തത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഇസ്ലാമിക പ്രബോധകർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പല വീഡിയോകളും നിങ്ങൾക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിട്ടും. ഭൂമി ഉരുണ്ടിട്ടാണെന്നൊക്കെ പറയുന്നത് ശാസ്ത്രം നുണ പറയുന്നതാണ്, അത് ഇസ്ലാമിനെതിരെ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയ കെട്ടുകഥയാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഇപ്പോഴും ലോകത്ത് പല ഭാഗത്തും. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നേ ഉള്ളൂ. അവരുടെ തെളിവ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഭൂമി പരന്നിട്ടാണെന്ന്. അള്ളാഹിനേക്കാളും വിവരമുണ്ടോ ശാസ്ത്രജ്ഞന്മാർക്ക് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അത്തരം ആളുകളുടെ തെളിവ് അതാണ്. അതേ സമയത്ത് ശാസ്ത്രീയമായിട്ട് പുരോഗതി പ്രാപിച്ച സമൂഹങ്ങളിൽ ജീവിക്കുന്ന ദഅ്വ പ്രവർത്തകർക്ക് പക്ഷേ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഇതൊക്കെ അറിയാം, ഇതാണ് ശരിയെന്നുള്ളത്. പിന്നെ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് പ്രയോഗതലത്തിൽ നമുക്ക് ജീവിക്കാവുന്ന തരത്തിൽ ഭൂമിയെ ഒരുക്കി എന്നാണ് അർത്ഥം. എഴുതിയത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ടത്, സംഗതി പരന്നിട്ടാണ് എഴുതിയതെങ്കിലും ആ പരപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരപ്പല്ല എന്നാണ് അവർ പറയാം. ഭൂമി ഇങ്ങനെ എന്താ പറയുക, ആളുകൾക്ക്, മനുഷ്യർക്ക് വാസയോഗ്യമായ രീതിയിൽ വിധാനിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു തെളിവ്. കാരണം ഇന്ന് ഭൂമി പരന്നതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഭൂമി പരന്നതാണ് എന്നതിൽ നിന്ന് ഒരു കാലത്ത് ഭൂമി ഉരുട്ടാൻ വേണ്ടി ഖുർആനിലെ ഈ ഒട്ടകങ്ങൾ അല്ലെങ്കിൽ ഒട്ടകപക്ഷി ചെനക്കുന്നത് പോലെ, ഇങ്ങനെ കാലുകൊണ്ട് ചിക്കിച്ചെനക്കി പരത്തി ഒപ്പമാക്കുന്നത് പോലെ, പാകപ്പെടുത്തുന്നത് പോലെ പാകപ്പെടുത്തി അള്ളാഹു എന്ന് പറയുന്നൊരു വാചകത്തെ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയിലേക്ക് കൊണ്ടുപോയി ആ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ആകൃതിയിലാണ് ഭൂമി എന്നാണ് അള്ളാഹുവിടെ ഉദ്ദേശിച്ചതെന്നൊക്കെ അർത്ഥം പറയുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല സിദ്ധാന്തങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാത്രിയെ പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു, ചുറ്റിപ്പൊതിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ, ഈ ചുറ്റിപ്പൊതിയാണെങ്കിൽ ഇത് സംഗതി ഗോളാകൃതിയിലാവണ്ടേ, അപ്പോൾ പിന്നെ അള്ളാഹു പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഖുർആനിൽ ഭൂമിയുടെ ആകൃതി വളരെ കൃത്യമായി പരത്തിയിട്ടിട്ടുണ്ട് അള്ളാഹു. എന്ന് മാത്രമല്ല, അടുത്തൊരു സയൻസ്, ഇങ്ങനെ പരത്തിയിട്ട ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ, കുലുങ്ങാതിരിക്കാൻ അള്ളാഹു പർവ്വതങ്ങളെ ആണികളാക്കി വെച്ചിട്ടുണ്ടെന്നും. അപ്പോൾ പർവ്വതങ്ങൾ ആണിയാക്കി എന്ന ഖുർആനിൻ്റെ പ്രയോഗം ശാസ്ത്രീയമായിട്ട് എത്ര ശരിയാണ് എന്ന് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ കാണുന്ന പർവ്വതങ്ങൾ എത്ര ഉയരത്തിലേക്കുണ്ടോ അത്രയും തന്നെ ആഴത്തിലേക്ക് സമുദ്രത്തിൻ്റെ താഴത്തോട്ട്, സമുദ്രനിരപ്പിന് താഴത്തോട്ടും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആണി എന്ന പ്രയോഗം എത്ര അർത്ഥവത്താണ് എന്നാണ് ഒരു ഘട്ടത്തിൽ പർവ്വതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്നത്. പക്ഷേ ഭൗമശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക്, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ബേസിക്കായിട്ട് നമുക്കിന്ന് അറിയാം, പർവ്വതം പടച്ചോൻ കൊണ്ടുവന്ന് ആണി അടിച്ചു വെച്ച സാധനമൊന്നുമല്ലെന്നും അത് ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടി കാരണം രൂപപ്പെടുന്ന ഒരു ഭൗമ പ്രതിഭാസമാണെന്നും അത്തരം ആണി അടിച്ചങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുക എന്നല്ല, എവറസ്റ്റ് ഉൾപ്പെടെയുള്ള പർവ്വതങ്ങളൊക്കെ ഇപ്പോഴും അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ. അത് എ പി ഉസ്താദിൻ്റെ കയ്യിലുള്ള മുടി വളരുന്ന പോലെയല്ല, വളരെ കൃത്യമായി ശാസ്ത്രീയമായി കണക്കുകൾ തിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള വളർച്ച ഉള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഖുർആൻ്റെ പ്രയോഗം അനുസരിച്ച് പർവ്വതങ്ങളെ അള്ളാഹു ആണിയാക്കിയത് ഈ പരത്തിയിട്ട ഭൂമി ഇളകാതിരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ഭൂമി കുലുക്കത്തെ പ്രതിരോധിക്കും എന്നാണ് ഒരു കാലത്ത് മൂല്യന്മാരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്കിന്ന് അറിയാം, പർവ്വത പ്രദേശങ്ങളിലാണ് ഭൂമി കുലുക്കം ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ ഖുർആൻ ശാസ്ത്രത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ കുറച്ചെണ്ണം കൂടി ഇങ്ങനെ ഒരു കൗതുകത്തിന് നമ്മൾ ഓടിച്ചു പോവാം. കാരണം ഇത് മതവിശ്വാസികൾ ഇപ്പോൾ പറച്ചിൽ നിർത്തിയതാണ് ഇതിൽ കുറേ എണ്ണം. അതുകൊണ്ട് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹിൻ്റെ കിതാബിലുള്ള നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഓർമ്മിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ചില ആൾക്കാർ പറയാറുള്ള ഒരു സാധനമാണ് ഈ മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്ന് പറഞ്ഞ സാധനം. അതായത് കടലിലെ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. ഈ ജിബ്രാൾട്ടർ കടലിടുക്ക്, മീൻസ് കടലുമായി ബന്ധപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും കൂടിച്ചേരുന്നിടത്ത് കാണുന്ന കളർ വ്യത്യാസത്തെ അള്ളാഹു ഖുർആനിലൂടെ വിശദീകരിച്ചത് രണ്ട് കടലുകൾ കൂടിച്ചേരാതെ നിൽക്കുന്ന മഹാ അത്ഭുതം എന്ന രീതിയിലാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരാതെ മാറി നിൽക്കുന്ന കടലുകൾ എന്നാണ് ഖുർആനിൽ അതിൻ്റെ പ്രയോഗം. ഇത് പറഞ്ഞിട്ട് ഒരുപാട് കാലം അത്ഭുതപ്പെട്ടിരുന്നു. പക്ഷെ നമുക്കറിയാം അവിടെ കൂടിച്ചേരൽ നടക്കുന്നുണ്ട്. അതിൻ്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസം കാരണം അത് കുറച്ച് പതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്കത് കണ്ണിൽ അങ്ങനെ ഒരു കളർ വ്യത്യാസം തോന്നുന്നുണ്ട്. അല്ലാതെ അവിടെ ഒരു കർട്ടനും, ഈ ബാസിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ നെടുകെ ഇങ്ങനെ വലിച്ചു കെട്ടുന്ന പോലത്തെ ഒരു സാരിയുടെ മറയൊന്നും അതിലില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ബർസഖുല്ല യബ്ഗിയാൻ എന്നാണ്, ബൈനഹുമ ബർസഖുല്ല യബ്ഗിയാൻ. ബർസഖ് എന്ന് പറഞ്ഞാൽ ഒരു മറയാണ്.
അങ്ങനെ ഒരു മറയോ കർട്ടനോ ഒന്നും കടലില്ല എന്ന് മാത്രമല്ല, ഇതിലെ തട്ടിപ്പ് മനസ്സിലാക്കാൻ വേറൊരു ഖുർആൻ വചനം, ഈ ഖുർആൻ വചനം 55-ാം അധ്യായത്തിലെ 19-20 വചനങ്ങളിലാണ്. റഹ്മാൻ എന്ന് പറയുന്ന ഖുർആൻ അധ്യായത്തിലാണ്. വേറൊരു സൂറത്തിൽ വേറൊരു ഖുർആൻ വചനത്തിൽ പറയുന്നത് വഹുവല്ലദീ മറജൽ ബഹറൈനി ഹാദ അദ്ബൻ ഖുറാത്ത് എന്നാണ്. അതായത് ഇവിടെ വരുമ്പോൾ ഇവിടെയും ബഹ്റൈനാണ് പറയുന്നത്, 2 കടലുകൾ. ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ പല ആധുനിക പരിഭാഷകളിലും കാണുന്നത് 2 ജലാശയങ്ങൾ എന്നാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ഒന്ന് മധുരമുള്ള ജലവും ഒന്ന് പിന്നെ വൃത്തികെട്ട ഉപ്പ് വെള്ളവുമാണ് എന്നാണ്. കുടിക്കാവുന്ന മധുരമുള്ള ജലവും ഒന്ന് പിന്നെ വൃത്തികെട്ട ഉപ്പ് ജലവുമാണ്. ഇത് രണ്ടും കൂടിച്ചേരാതെ ഇതിനിടയിൽ ഒരു മറയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഏത് കടലിലാണപ്പോൾ മധുരമുള്ള ജലം എന്ന ചോദ്യം വരും എന്നുള്ളത് കൊണ്ട് ഇവിടെ ബഹ്റൈൻ എന്ന് പറയുന്നതിനെ, ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ദ്വിവചനം ആയിട്ട് പറയുന്നതാണ് ബഹ്റൈൻ. ഇവിടെ ബഹ്റൈനെ ജലാശയമാക്കുകയും ഒന്ന് ഒഴുകി വരുന്ന ശുദ്ധജലം ഒഴുകി വരുന്ന നദിയും ആ നദി കൂടിച്ചേരുന്ന കടലും, ഇങ്ങനെ 2 ജലാശയമാവും. അപ്പോൾ ഒന്ന് നദി നമുക്ക് കുടിക്കാവുന്ന ശുദ്ധജലം, മറ്റത് ഉപ്പുവെള്ളം, കുടിക്കാൻ പറ്റാത്ത കടൽ ജലം. ഇവിടെയും പക്ഷേ 2 ഇടത്തും ഉപയോഗിച്ചുള്ള വാക്ക് ബഹ്റൈൻ എന്നാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ നദിയാക്കുന്നത്? ഇവിടെ നദിയാക്കിയില്ലെങ്കിൽ ഏത് കടലിലാണ് മധുരമുള്ള വെള്ളം എന്നവർ പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ആണ് ഖുർആൻ സയൻസ് എടുത്തുകൊണ്ട് നടക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു കാലത്ത് പറഞ്ഞിരുന്നതാണ്, ഇപ്പം റീസെൻ്റായിട്ട് പറയാറുണ്ട് ചില ആൾക്കാരൊക്കെ, ഈ പിന്നെ ഇത് പറയുമ്പോഴുള്ള അപകടം എത്രയെന്ന് മനസ്സിലാവാത്ത പണ്ട് മുതലേ ഇങ്ങനെ പാടി പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും പറയും ഇരുമ്പിറക്കി തന്ന കഥ. ഇതൊക്കെ നമുക്ക് തന്നെ പറയാൻ മടിയാണിപ്പോൾ. ഇരുമ്പ് അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കി തന്നു എന്നതിനിപ്പോൾ ശാസ്ത്രീയമായ നിഗമനങ്ങളുണ്ട്, ശാസ്ത്രീയമായ പഠനങ്ങളുണ്ടെന്ന് പറയും. പക്ഷെ ഖുർആനിൽ അള്ളാഹു എല്ലാം ഇറക്കി കൊടുക്കുകയാണ്. കാരണം അള്ളാഹ് ആകാശത്തിരിക്കുകയാണ്. അള്ളാഹ് ആകാശത്തിരിക്കുമ്പോൾ അള്ളാഹ് എന്ത് മനുഷ്യർക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറക്കി കൊടുക്കണം. അള്ളാഹ് ഇരുമ്പിനെ മാത്രമല്ല അള്ളാഹ് കന്നുകാലികളെയും ഇറക്കി കൊടുത്തു എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. അപ്പോൾ അതൊന്നും ഇപ്പം അങ്ങനെ പറഞ്ഞു കേൾക്കാനില്ല. പക്ഷേ ഇപ്പോഴും പറയുന്ന ഒരു സാധനമാണ് തേനീച്ച ശാസ്ത്രം. തേനീച്ച ശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാസ്ത്രം തന്നെയുണ്ട്. വഹിയുള്ള ഒരു ജീവിയാണ് തേനീച്ച എന്നാണ് പറയുന്നത്. അത് തേനീച്ചയുടെ അത്ഭുതം ആധുനിക കാലത്താണ് ശാസ്ത്രം കണ്ടെത്തിയത്. ഈ തേനീച്ചകളാണ് തേൻ ശേഖരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഖുർആനിലൊരു വചനത്തിൽ പറയുന്നതിലെ അതിൻ്റെ ആ ഒരു പ്രയോഗം അനുസരിച്ച് അത് സ്ത്രീലിംഗമായിട്ടാണ് തേനീച്ചയെ ഉപമിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ശാസ്ത്രം അറിയാത്ത മുഹമ്മദ് നബി എങ്ങനെയാണ് കൃത്യമായിട്ട് തേനീച്ചകളാണ് തേൻ ശേഖരിക്കുന്നത് എന്ന് പറഞ്ഞത് എന്നതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതത്തിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇത് അറബിയിൽ ഭാഷാ പ്രയോഗത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അറബിയിൽ മാത്രമൊന്നുമല്ല പല ഭാഷകളിലും അത്തരം പ്രയോഗത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ചില പ്രത്യേക പ്രയോഗങ്ങളിൽ ചില പ്രത്യേക ലിംഗത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇവരൊന്നും സമ്മതിക്കൂല. അതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാണ്, പഠിച്ചോന് ഇതൊക്കെ അറിയാം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തേനീച്ച എന്ന് പറഞ്ഞാൽ പോരെ, തേനീച്ചകൾ എന്ന് പറഞ്ഞാൽ പോരെ, തേനീച്ചകൾ എന്ന് പ്രത്യേകം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പറയേണ്ടത് കാള നമുക്ക് പാല് തരുന്നോ എന്നും കൂടി ഉത്തരം പറയണം. ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ജന്തുക്കളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് മിൻ ബത്നിഹി എന്നാണ്. അതായത് കന്നുകാലികൾ അവരുടെ വയറിൽ നിന്ന് നിങ്ങൾക്ക് പാല് തരുന്നു എന്ന് പറയുന്നിടത്ത് ബത്നിഹി എന്ന് പറയുന്ന പ്രയോഗം പുരുഷന്മാരെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ഇപ്പോൾ കന്നുകാലികളിൽ നേരത്തെ പറഞ്ഞ എന്താണ്, ഇത്തഹദി എന്നാണ് പറഞ്ഞത്. ഇത്തഹദി എന്ന് പറയുമ്പോൾ അത് തേനീച്ചകളിലെ പെണ്ണുങ്ങളോടാണെങ്കിൽ മിൻ ബത്നിഹി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിലെ കന്നുകാലികളിലെ പുരുഷന്മാരോടാണ്. അപ്പം നമുക്ക് പാല് തരുന്നത് ആരാണ്? കാള നമുക്ക് പാല് തരുന്നു എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ അതങ്ങനെ പറയാറില്ല, ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ പറയാറില്ല. ഇവിടെ തേനീച്ചയുടെ കേസ് വരുമ്പോൾ അത് കൃത്യമായിട്ടുള്ള സയൻസ് ആയിരിക്കും. ഈ സാധനം നമ്മൾ പറഞ്ഞാൽ പറയും അത് ഭാഷാപരമായിട്ടുള്ള പ്രയോഗത്തിലുള്ള ഒരു സാധനമാണ് എന്ന് പറയും. ആയിഷ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നത് അത് എഴുതിയെടുത്തപ്പോൾ എന്തോ അക്ഷരം മാറിപ്പോയതാണ്. ഖുർആൻ വഹി എഴുതി വെച്ച ആൾക്കാർക്ക് എന്തോ അക്ഷരം തെറ്റിപ്പോയതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ. പിന്നെ മറ്റു ചില പോപ്പുലറായിട്ടുള്ള വിഡൽസ് നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഫിറൗൻ്റെ ശരീരം
ഇപ്പോഴും പറയുന്ന സാധനമാണ് ഫിറൗൻ്റെ ജഡം. ഈജിപ്തിലെ മ്യൂസിയത്തിലിരിക്കുന്ന ഫിറൗൻ്റെ ജഡം പണ്ട് കടലിൽ അള്ളാഹു മുക്കിക്കളഞ്ഞ ഫിറൗൻ ആണ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അതിൽ നിന്ന് ഉപ്പിൻ്റെ കണികകൾ ആ ഡെഡ് ബോഡി ആ മമ്മിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ മമ്മിഫിക്കേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത പാവങ്ങൾ വിചാരിക്കും, ശരിയാണല്ലോ, കടലിലല്ലേ ഉപ്പുള്ളൂ, അപ്പോൾ പിന്നെ ഡെഡ് ബോഡിയിൽ എങ്ങനെ ഉപ്പ് വന്നു, അത് ഫിറൗൻ തന്നെ എന്നുറപ്പിക്കും. പക്ഷേ ഈ അബദ്ധം കേരളത്തിലുള്ള ദഅ്വാ പ്രവർത്തകരൊക്കെ തിരുത്തുകയും 2014 തന്നെ ഈ ഉണക്കമീൻ എന്നാണ് നമ്മളിതിന് പറയുന്നത് അല്ലേ, ഉണക്കമീൻ ബോഡിയുമായി ബന്ധപ്പെട്ട ഈ കഥ പറയുന്നതൊന്നും അത്ര ശരിയല്ല എന്ന് പറയുന്ന ആൾ ഇപ്പോൾ നമ്മൾ അബ്ദുള്ള ബാസലിൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. അയാൾ സലഫി തന്നെയാണ്. അയാളൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ വിടൽസ് നമ്മൾ വിട്ടാൽ അത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ്. കാരണം ഫറോവന്മാരുടെ ജഡം ഒരു കടലിൽ നിന്ന് കിട്ടിയതായിട്ട് നാളിതുവരെ രേഖയൊന്നും ഇല്ല എന്നാണ് നമ്മുടെ അറിവ്. ഫറോവന്മാരുടെ ജഡങ്ങൾ കിട്ടിയിട്ടുള്ളത് പിരമിഡുകളിൽ നിന്നാണ്. മുഹമ്മദിന് ഈജിപ്ത് അത്ര അറിയാത്ത പ്രദേശമൊന്നുമല്ല. അപ്പോൾ അവിടുത്തെ മമ്മിഫിക്കേഷൻ്റെ കഥകളും ചരിത്രങ്ങളും ഒന്നും അറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ല മുഹമ്മദ് എന്നുള്ളതും അതിനോട് ചേർത്ത് വായിക്കുക. അപ്പോൾ എന്തായാലും ഫിറൗൻ്റെ കഥ. പിന്നെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് വിരലടയാളം എന്ന് പറയുന്ന സാധനം. വാസ്തവത്തിൽ വിരലടയാളത്തെക്കുറിച്ച് ഖുർആനിൽ ഒരു പരാമർശം പോലുമില്ല. നിങ്ങൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാലും അള്ളാഹു നിങ്ങളെ ആ മണ്ണിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സൂക്ഷ്മാർത്ഥത്തിൽ നിങ്ങളെ പുനഃസൃഷ്ടിക്കും എന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ വിരലുകളുടെ അറ്റങ്ങൾ പോലും ക്രമപ്പെടുത്തും എന്ന് ഖുർആനിലൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിൽ ഊന്നിയിട്ടാണ് വിരലടയാളം കണ്ടോ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസത്തിലിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സംശയം ചെറുതായിട്ട് തോന്നി തുടങ്ങുന്ന ആളുകൾക്ക് ഇത്തരം 2 അത്ഭുതം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഉണ്ടോ, ശരി, അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഈമാനിൽ തന്നെ കുറച്ച് ദിവസം ഓടി നിൽക്കാം. അതല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കണം, ഇത് തെറ്റാണെന്നൊക്കെ മനസ്സിലായി, പക്ഷെ ഇതിനകത്ത് എങ്ങനെ നിന്നേ പറ്റൂ എന്നുള്ളവർക്ക് നാട്ടുകാരോട് പറയാൻ എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ. അതിനാണ് ഈ ഖുർആൻ ശാസ്ത്രം തള്ളിക്കൊണ്ട് നടക്കുന്നത്. ദഅ്വക്കാർ കൊണ്ട് നടക്കുന്നത് ഞങ്ങളെ കിതാബ് ഭയങ്കര കിതാബാണ്, അത് നിങ്ങൾ വേറൊരു സിനിമയിൽ പറഞ്ഞ മാതിരി ഇത് മണി വ്യത്യാസപ്പെട്ട ഒരു കിതാബാണ് എന്ന് പറയാൻ വേണ്ടി പുതിയ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ അവർക്ക് അത്ഭുതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയാണ് ഈ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സാധനം. പ്രപഞ്ചം വികസിക്കുന്നു എന്ന സിദ്ധാന്തം ഖുർആനിൽ നോക്കൂ. ബിഗ് ബാങ് മാത്രമല്ല, അതിങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്ന പുതിയ ശാസ്ത്ര അറിവ് ഖുർആനിൽ പണ്ടേ ഉണ്ട് എന്നാണ് പറയുക. പക്ഷേ ഈ ഖുർആനിലെ വികസനം, ഖുർആനിലെ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇതിൻ്റെ അത്ഭുതം മനസ്സിലാവുക. ഖുർആനിലെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും അതിൻ്റെ ഇടയിലുള്ളതും ആണ്. ഭൂമിയുമായി ഒട്ടിച്ചേർന്ന ആകാശം ആണ് ഖുർആനിലുള്ളത്. അത് പിന്നെ അള്ളാഹു 2 ആക്കി തിരിച്ചു എന്നാണ്. ബൈബിൾ ഉൽപ്പത്തി കഥയിലുള്ള അതേ സാധനം. ആദ്യം ഒരു വിധാനമായിരുന്നു, പിന്നെ ആകാശത്തെ ഇന്ന് ഉയർത്തി ഇവിടെ ഭൂമിയാക്കി എന്ന് പറയുന്ന ഈ സാധനം ഖുർആനിൽ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എക്സ്പാൻഷനായിട്ടും കാര്യങ്ങളൊക്കെ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സായിട്ടൊക്കെ പറയുന്നത്. ഇങ്ങനെ കുറേ ഉണ്ട്, ഇത് നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ തീരുമില്ല, ഇങ്ങനെ കുറേ ഉണ്ട്. ഞാൻ കുറച്ച് മണ്ടത്തരങ്ങൾ പറയാം. അതായത് ശാസ്ത്രീയമായിട്ട് ഇനി ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, ഒരു കാലത്ത് വലിയ ശാസ്ത്ര അത്ഭുതങ്ങളായിട്ട് കൊണ്ട് നടന്നിരുന്ന കുറച്ച് മണ്ടത്തരങ്ങളായിട്ടുള്ള അള്ളാഹു ശാസ്ത്രം പറയാം. അതിലൊന്നാണ് ആകാശം. ആകാശത്തെക്കുറിച്ച് ഖുർആനിൽ വാചാലമാകുന്ന അള്ളാഹു പറയുന്നത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ എന്നാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആകാശം കാണും, പക്ഷെ നിങ്ങളതിൻ്റെ തൂണുകൾ കാണുന്നില്ല. അദൃശ്യമായ തൂണുകളാൽ ഉയർത്തി നിർത്തിയ ആകാശത്തേക്ക് നോക്കൂ, അത് അള്ളാഹിനെ കൊണ്ടല്ലാതെ വേറെ ആർക്ക് കഴിയും എന്നുള്ളതാണ് ഒരത്ഭുതം. ഒരുപാട് കാലം ഇത് പറഞ്ഞു നടന്നിരുന്നു. പിന്നെ 7 ആകാശമുണ്ട്, അങ്ങനത്തെ 7 ആകാശം. ഈ 7 ആകാശം പണ്ട് ശാസ്ത്രീയമായിട്ട് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ വട്ടത്തിലുള്ള ഭൂമി, മീൻസ് ഗോളാകൃതിയുള്ള ഭൂമിയായപ്പം 7 ആകാശം ബുദ്ധിമുട്ടായി. അപ്പോൾ സമദാനിയൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ വയറു പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ വന്നിരുന്ന സാധനമാണ് ഈ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ 7 തട്ടുകൾ, അന്തരീക്ഷത്തിൻ്റെ 7 തട്ടുകളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. 7 ശരിയായില്ലേ? അപ്പോൾ ഈ രീതിയിലാണ് ഖുർആൻ ശാസ്ത്രം വന്നത്. അപ്പോൾ ആകാശത്തെക്കുറിച്ച് അള്ളാഹു പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ആകാശത്തു നിന്നാണ് അള്ളാഹു ഇരുമ്പിറക്കി തരുന്നത് എന്ന് മാത്രമല്ല, ഈ ആകാശത്തു നിന്ന് കന്നുകാലിനെ മാത്രമല്ല, ഈ ആകാശത്തു നിന്നാണ് മഴ പെയ്യുന്നത്. പക്ഷെ ഇപ്പം അത് അങ്ങനെ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പോഴും പല ആൾക്കാരും പറയൂ കേട്ടോ. അപ്പം പുതിയ ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പിന്നെ ആകാശമില്ലേ എന്ന് ചോദിച്ചു.
അപ്പോൾ ആകാശം എന്ന് പറയുന്നത് ഒരു വിധാനമാണ്. അത് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ ലോകം അവസാനിക്കുമ്പോൾ ഇതെല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ ഭൂമിയിൽ വീഴാനുള്ള സാധനമാണ്. ഏത്? ഈ നമ്മളീ കാണുന്ന ആകാശം. ഇതൊരു ഡൂമ് പോലെ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. അതിൽ അത്ഭുതം എന്താ വെച്ചാൽ അതിൻ്റെ തൂണുകൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ആകാശശാസ്ത്രം. അതേപോലെ തന്നെയാണ് ഹൃദയം കൊണ്ടുള്ള ചിന്ത. ഞാൻ വേറെ പറയുന്നുണ്ട്, അതിലേക്ക് വരാം. ഹൃദയം കൊണ്ട് ചിന്തിക്കുക. സൂര്യൻ്റെ അസ്തമയം ചെളിത്തടാകത്തിലാണ് ദുൽഖർനൈന് കണ്ടു എന്നാണ്. ഇപ്പം അതിനെ പറയാമെന്ന് വെച്ചാൽ അത് അള്ളാഹു പറഞ്ഞത് നബി പറഞ്ഞതൊന്നുമല്ല. ദുൽഖർനൈൻ അങ്ങനെ തോന്നി എന്ന് ദുൽഖർനൈൻ പറഞ്ഞതായിട്ട് നബി അനുചരനോട് പറഞ്ഞു കൊടുക്കുകയാണെന്നാണ്. പക്ഷേ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, അബൂദറെ എനക്കറിയോ ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെറുതെ ഇരുന്ന അബൂദറിനെ അങ്ങോട്ട് പോയി വിളിച്ചിട്ട് നബി പറഞ്ഞു കൊടുത്തതാണ് ഈ സാധനം. എന്ത്? സൂര്യൻ ചലിക്കുന്നു എന്ന് മാത്രമല്ല, സൂര്യൻ ഇങ്ങനെ പോയിട്ട് പടിഞ്ഞാറ് ഒരു ചളിക്കുണ്ടിൽ അസ്തമിക്കുന്നത് പോലെ ദുൽഖർനൈൻ കണ്ടു എന്ന് പറയുമ്പോഴും മുഹമ്മദ് നബി കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുക്കുന്നത്, എന്നാൽ അത് ചളിക്കുണ്ടിക്കൊന്നല്ല പോകുന്നത്, അത് അള്ളാഹിൻ്റെ അർഷിൻ്റെ താഴെ പോയി കുത്തിയിരിക്കും രാത്രി. എന്നിട്ട് രാവിലെ ആകുമ്പോൾ അള്ളാഹിനോട് ചോദിക്കും, സമയമായില്ല, എന്നാൽ ഞാൻ പോയി ഉദിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹ് അനുമതി കൊടുക്കും. അങ്ങനെ കിഴക്ക് വന്നുദിക്കും. ഒരു ദിവസം അള്ളാഹ് പറയും, അല്ല ജി എന്നിപ്പോൾ കിഴക്കല്ല, ജി ഇന്ന് പടിഞ്ഞാട്ട് ഉദിക്കുക അറിയും. അന്ന് പടിഞ്ഞാറ് ഉദിക്കും. അത് ലോകാവസാനത്തിൻ്റെ അവസാനത്തെ അടയാളങ്ങളിൽ ഒന്നായിട്ട് സംഭവിക്കും. ഇതാണ് വിശ്വാസം. ഇതാണ് സൂര്യനുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ പൊളിഞ്ഞ് പാളീസായ ആനമണ്ടത്തരങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയണേ. ഹൃദയശാസ്ത്രം നമുക്ക് പറയാം. അതേപോലെ പർവ്വതങ്ങളുടെ കുലുക്കം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് പർവ്വതങ്ങളെങ്ങനെ ആണിയാക്കിയത് ഭൂമി കുലുങ്ങാതിരിക്കാനാണ്. അപ്പോൾ ഭൂമി കുലുക്കം പർവ്വതമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉള്ള കാലത്ത് ഇത് വലിയ ശാസ്ത്രമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പർവ്വതങ്ങൾ ഉള്ള പ്രദേശങ്ങളിലാണ് ഭൂമി കുലുക്കം കൂടുതലായിട്ടുള്ളതെന്ന് ഏത് കുട്ടികൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും പറയാറില്ല. പിന്നെ പാൽ ഉൽപ്പാദനം ഓരോ സാധനമുണ്ട്. മുതുകിനും പിന്നെ രക്തത്തിനും ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ ചാണകത്തിനും മൂത്രത്തിനും ഇടയിൽ നിന്നാണ് നിങ്ങൾക്ക് അള്ളാഹു പാല് തരുന്നത്, അതിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാറില്ല. അത് അവിടെ നിന്നല്ല എന്നിപ്പോൾ ആൾക്കാർക്ക് ഏകദേശം ധാരണയുണ്ട്. കാരണം പല ദാഴിമാരും പല ഡോക്ടർമാരും എല്ല് ഡോക്ടർമാരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കതൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ അവരതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷെ എന്നിട്ടും പറയുന്നൊരു മണ്ടത്തരമുണ്ട്. ഈ അടുത്ത് പറഞ്ഞൊരു സാധനമാണ് നക്ഷത്രങ്ങളെ പെറുക്കി എറിയുന്ന അള്ളാഹു. നക്ഷത്രങ്ങളെ പെറുക്കി ഇബിലീസിനെ എറിയുന്ന അള്ളാഹു എന്ന് പറയുന്ന ഖുർആൻ വചനത്തെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു MD, ഫിസിഷ്യനാണോ അയാൾ, പിന്നെ എലി ഡോക്ടറാണോ എനിക്കറിയില്ല, അയാൾ ഇരുന്ന് ന്യായീകരിച്ചത് അത് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന റേസാണ്. അത് അള്ളാഹു എന്തിനാ നമുക്ക് അറിയില്ല. അത്ഭുതം, നമുക്കങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കാം. അത് അള്ളാഹു എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ശാസ്ത്രത്തെ ഖുർആൻ എല്ലാ കാലത്തും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്നത് ഒരു ബൊഫെ പോലെ, അവർക്ക് പറ്റുന്നത് എടുക്കും, അവർക്ക് പറ്റാത്തത് കളയും എന്ന രീതിയിലാണ്. അതിന് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള 2 ഉദാഹരണങ്ങൾ പറയാം. ഇവർ ശാസ്ത്രത്തെ ഒരു ഭാഗത്ത് ഖുർആൻ ശാസ്ത്ര അത്ഭുതങ്ങളുടെ ഖനിയാണെന്ന് പറയുകയും അതേ സമയത്ത് ശാസ്ത്രത്തെ നിരാകരിക്കുകയും ചെയ്യുന്നതിന് വളരെ ക്ലാസിക്കലായിട്ടുള്ള 2 ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ബിഗ് ബാങ് ഖുറാനിൽ ഉണ്ട് എന്നാണ് ഇവർ പറയാം. ഖുറാനിൽ 21:30 ബിഗ് ബാങ് ഉണ്ട്, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നിരുന്നു, പിന്നീട് നാം അതിനെ വേർപ്പെടുത്തി, കണ്ടോ ബിഗ് ബാങ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ബിഗ് ബാങ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലെ പ്രപഞ്ചം നിങ്ങളോട് പറഞ്ഞു, സമാവാത്തും അർളും പിന്നെ അതിൻ്റെ ഇടയിലുള്ളതും, ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതുമാണ് പ്രപഞ്ചം. ഇവർ ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതം പറയാൻ വേണ്ടി നമ്മളെ മുന്നിൽ കൊണ്ടുതരുന്ന പ്രപഞ്ചത്തിൻ്റെ പിക്ചർ ഉണ്ടല്ലോ, അത് ശാസ്ത്രീയമായി കണ്ടെത്തിയതാണ്, ഖുറാനിൽ വിവരമൊന്നുമില്ല. അപ്പോൾ ഇത് ഈ പറയുന്ന ബിഗ് ബാങ്ങിനെ ഖുറാനിലുണ്ട് എന്ന് പറയുകയും ബിഗ് ബാങ്ങിനെ ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബിഗ് ബാങ് സത്യമാണെന്നല്ല അർത്ഥം, അതിനവർ അംഗീകരിക്കുന്നു എന്നല്ല അർത്ഥം. ഇതേ മെത്തഡോളജിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ശാസ്ത്രമായിട്ടുള്ള പരിണാമത്തെ ഇവർ നിരാകരിക്കുകയും ചെയ്യും. ബിഗ് ബാങ് ഖുറാനിലുണ്ട്, പരിണാമം തെറ്റാണ്. പരിണാമം ശാസ്ത്രം തെറ്റാണ്. അത് ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി പരിണാമം ഉണ്ടാക്കിയതാണെന്നാണ് ഈ അടുത്ത് ഒരു PhD താഴി പറഞ്ഞത്. ഇസ്ലാമിനെ പൊളിക്കാൻ, എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തകർക്കണം, ഇസ്ലാമിൻ്റെ അറിവുകളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇവർ കണ്ടെത്തിയൊരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഈ പറയുന്ന പരിണാമ സിദ്ധാന്തം എന്നാണ് അവർ പറഞ്ഞത്. അത് MM അക്ബർ അത് ഏറ്റു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരവർക്ക് പറ്റുന്നതിനെ അംഗീകരിക്കും, പറ്റാത്തതിനെ ശാസ്ത്രവിരുദ്ധമായിട്ട് നിൽക്കും. വേറൊരു അടിപൊളി എക്സാമ്പിളാണ് ചന്ദ്രനെ പിളർത്തിയ സംഭവം. നിങ്ങൾക്കറിയാം, ഈ
നമ്മുടെ അപ്പോളോ ദൗത്യങ്ങൾ മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടില്ല എന്ന് വാദിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ്. അത് വെറും അമേരിക്കക്കാർ അന്ന് റഷ്യൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥയാണെന്നും അത് ശാസ്ത്രീയമായിട്ട് മനുഷ്യന് ചന്ദ്രനിൽ പോകാൻ കഴിയില്ല, പോയാൽ തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് വാദം. എന്നാൽ ഇവരോട് നിങ്ങൾ അള്ളാഹു ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ടോയെന്ന് ചോദിക്കേ? പിന്നെ പിളർത്തി. മക്കയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചന്ദ്രനെ 2 പീസാക്കി മാറ്റി നിർത്തി. കണ്ടോളി എന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ കണ്ടു, അത്ഭുതം കുറി. തെളിവ് നാസ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോളോ ദൗത്യം നടത്തിയ അല്ലെങ്കിൽ അപ്പോളോ ദൗത്യത്തിന് മുൻകൈ എടുത്ത നാസ മനുഷ്യനെ ചന്ദ്രന് കൊണ്ടുപോയിട്ടുള്ളത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ചന്ദ്രനിലുള്ള ഒരു പാടുണ്ട്, ഒരു വിള്ളൽ. അത് വിള്ളലുണ്ടെന്ന് നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ വിള്ളൽ എന്ത് വിള്ളലാണ്? വെറുതെ ചന്ദ്രനിലൊരു വിള്ളൽ ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. അത് അന്ന് അള്ളാഹു ചന്ദ്രനെ പിളർത്തിയതിന് ശേഷം ചേർത്ത് വെച്ചപ്പോൾ ചെറിയൊരു പാട് വന്നു. ആ പാടാണ് നാസ കണ്ടെത്തിയ ഈ വിള്ളൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നാസയുടെ കണ്ടുപിടുത്തങ്ങളെ, വിവരങ്ങളെ, പ്രവർത്തനങ്ങളെ ഇവർക്ക് വേണ്ടിടത്ത് എടുക്കും, ഇവർക്ക് വേണ്ടാത്തതിനെ നിരാകരിക്കും. ഇതാണ് ഇവരുടെ ഇനി ഇതിനേക്കാളും വലിയ രസം, മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് നമ്മൾ നിഗമനത്തിലെത്തിയാൽ അന്നുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന അതേ ആളുകളോട് നിങ്ങൾ മുഹമ്മദ് നബി ആകാശയാത്ര നടത്തിയിട്ടുണ്ടോ ബുറാക്കിൻ്റെ മുകളിൽ നിന്ന് ചോദിക്കുക? പിന്നെ അത് ഖുർആനിൽ തെളിവുള്ളതല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർരേഖയിലും പിന്നെ കുത്തനെയും കൊണ്ടുപോയി. അത് ശാസ്ത്രീയമായിട്ട് പറ്റുമെന്ന് വെച്ചാൽ അതിന് ഐസക് ന്യൂട്ടൻ്റെ ഫിസിക്സ് വരെ ഇപ്പോൾ തെളിവായിട്ട് പറയും. അതാണ് അള്ളാഹു ശാസ്ത്രജ്ഞന്മാരുടെ ഇരട്ടത്താപ്പിൻ്റെ ആഴം. ഇനി നമ്മൾ ഈ പറഞ്ഞത് ഇത് മണ്ടത്തരം എങ്ങനെയാണ്? ഇതങ്ങനെ മണ്ടത്തരം പറഞ്ഞു, കുറച്ച് ആൾക്കാർ ന്യായീകരിക്കുന്നു, കുറച്ച് പേരങ്ങനെ കുറേ കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയാലോ. ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഉണ്ടാക്കിയ മുഹമ്മദിൻ്റെ വിവരക്കേടുകൾ അതുപോലെ പിന്തുടരുമ്പോൾ മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊരു ഉദാഹരണം. ഇത് അധികം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ്, അത് ഞാൻ പറയാം. അതിനു മുൻപ് സാധാരണ മനുഷ്യരുടെ അറിവുള്ള മനുഷ്യർ ഇതെങ്ങനെയാണ് ആളുകൾക്കിടയിൽ പരിഹാസ്യരാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ജബ്ബാർ എം അക്ബർ സംവാദത്തിൻ്റെ വേദിയിലാണ് എം അക്ബർ ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ഞങ്ങൾ റെഡി ടു വെയിറ്റ് ആണ്. എന്തിന്? ചിന്തയുടെ കേന്ദ്രം ഹൃദയമാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം ഇന്നല്ലെങ്കിൽ നാളെ അത് പറയും. അതുവരെ ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. തലച്ചോറ് കൊണ്ട് മാത്രമാണ് തലച്ചോറാണ് അല്ലെങ്കിൽ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ്റെ ചിന്തയും ബുദ്ധിയും പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ശാസ്ത്രം ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഖുർആനിൽ ചിന്തയുമായി ഹൃദയത്തിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം ഇന്നല്ലെങ്കിൽ നാളെ അവിടെ എത്തും, ഞങ്ങളതുവരെ കാത്തിരിക്കാം എന്ന് ശാസ്ത്രം പഠിച്ച ഒരു ദാഴിയെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മതം മനുഷ്യനെ അപഹാസ്യനാക്കും എന്നുള്ളതാണ് ഒരു പോയിന്റ്. രണ്ടാമത്, എല്ലാ മനുഷ്യന്മാരെയും ഇത് ബാധിക്കുന്ന എല്ലാ ലോകത്തുള്ള സകല മുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒരു മണ്ടത്തരം മുഹമ്മദ് നബി മരിക്കണീൻ്റെ തൊട്ട് തലേക്കൊല്ലം കാണിച്ചത് ഞാൻ പറയാം. നമുക്കറിയാം, ലൂണാർ കലണ്ടറാണ് ഹിജ്റ കലണ്ടർ. ഈ ഹിജ്റ കലണ്ടറിൽ സാധാരണഗതിയിൽ നമ്മളുടെ ഈ സോളാർ വർഷവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ 11 ദിവസം, ഏകദേശം 11 ദിവസത്തിൻ്റെ കുറവുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നോമ്പ് ഒരു മഴക്കാലത്തായിരിക്കും, പിന്നെ ഇങ്ങനെ 11 ദിവസം പുറകോട്ട് പോയിട്ട് അല്ല മീൻസ് പെട്ടെന്നായി. ചില സമയത്ത് നോമ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കൊടിയ വേനലിലായിരിക്കും അല്ലേ. ഇപ്പോൾ ഇതേ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളായുള്ളൂ. ഇനി നിങ്ങൾ 2 വർഷം കഴിയുമ്പം നോമ്പ് വരാൻ പോകുന്നത് ചിലപ്പോൾ 2-3 വർഷം മുൻപ് നടന്നത് നോമ്പ് നടന്നിട്ടുണ്ടാവുക മെയ് മാസത്തിലൊക്കെ ആയിരിക്കും, ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ലോകത്തെല്ലായിടത്തും സോളാർ കലണ്ടറുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഭൂമിയുടെ ഋതുഭേദങ്ങൾ നിലനിൽക്കുന്നതെന്നുള്ള അറിവ് എല്ലാ കാലത്തും ഉണ്ട് മനുഷ്യർക്ക്. മുഹമ്മദിൻ്റെ കാലത്തും അതിന് മുൻപും ആളുകൾക്ക് ഇതൊക്കെ അറിയാം. മക്കക്കാർ ഉപയോഗിച്ചിരുന്ന ഹിജ്റ കലണ്ടർ എന്ന് പറയുന്ന, ഹിജ്റ കലണ്ടർ മീൻസ് ആ മാസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചാന്ദ്രമാസങ്ങളും അവരുടെ വർഷഗണനയും കാലഗണന കണക്കൂട്ടുന്നതുമൊക്കെ
അവരുടെ കയ്യിൽ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു ഇതിൽ അപാകതയുണ്ടെന്ന്. അതിന് അവരൊരു പരിഹാരവും കണ്ടെത്തിയിരുന്നു. അവിടെ നസീർ എന്ന് പറയുന്ന ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ ഈ അതിവർഷം പറയുന്നത് പോലെ ഓരോ 3 വർഷം കഴിയുമ്പോഴും അവർ 1 മാസം എക്സ്ട്രാ ഇടുമായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ഋതുഭേദങ്ങൾ, ഇവരുടെ കൃഷി, ഇവരുടെ ആഘോഷങ്ങൾ, ഉത്സവം, ഹജ്ജ് തുടങ്ങിയിട്ടുള്ള അവരുടെ ജീവിതത്തെ അവർ ചിട്ടപ്പെടുത്തിയിരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ മാസം നസീർ എന്നുള്ള പേരിൽ ഒരു അധിക മാസം അവരിടും. അപ്പോൾ 3 വർഷം കൂടുമ്പോൾ നസീർ ഇടും. സ്വാഭാവികമായിട്ടും ആ ഒരു വ്യത്യാസം മാറിക്കിട്ടും. ഹജ്ജ് എപ്പോഴും ഒരേ കാലത്ത് തന്നെ നടക്കും. ഇങ്ങനെയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. മുഹമ്മദ് ജനിച്ച് ജീവിച്ചത് ഈ സിസ്റ്റത്തിലാണ്. മുഹമ്മദ് മരിക്കുന്നതിന് മുൻപ് ഹജ്ജത്തുൽ വിദായിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ശാസ്ത്രം പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണിക്കുന്നൊരു മണ്ടത്തരം ഇന്നും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇവർക്ക് ലോകത്തിൻ്റെ ഒപ്പം കാലം കണക്കൂട്ടി പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ 2 കലണ്ടറൊക്കെ ഉണ്ട് വരും. വയസ്സ് നോക്കാൻ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറും മറ്റേ കലണ്ടറും ഒക്കെ ഉണ്ട്. മുഹമ്മദ് പ്രഖ്യാപിക്കുകയാണ് ഇത് കുഫറാണ്. ഏത്? ഈ അതിവർഷം. അള്ളാഹു 12 മാസം സൃഷ്ടിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് നസീർ എന്നുള്ള പേരിൽ പുതിയ ഒരു അതിവർഷം എന്ന് പറയുന്ന ഈ കലാപരിപാടി തികഞ്ഞ കുഫറും ദൈവവിരോധവുമാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കണം, നിരോധിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇനി മുതൽ 12 മാസമുള്ളവർ. അന്ന് തുടങ്ങിയ ഇടങ്ങേറാണ് ഇത്. അധികം വിമർശകർ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് പറയാണ്. അപ്പോൾ ഇന്നത്തെ മനുഷ്യർക്ക് നമുക്കിങ്ങനെ ലിറ്റ്മസ് ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു മണ്ടത്തരമാണിത്. അന്നത്തെ കാലത്ത് മുഹമ്മദ് പറഞ്ഞ ആ ഒരു കുഫർ ആരോപണത്തിൻ്റെ പേരിൽ അതിവർഷം എടുത്തു കളയുന്നത് വഴി ഇവർ 11 മാസം മുന്നിലാണ്. മീൻസ് 11 ദിവസം ഓരോ വർഷം നേരത്തെ എത്തുവർക്ക്. അതുകൊണ്ട് ഇവരുടെ ദൈനംദിന ജീവിതം, ഇപ്പോൾ ഹജ്ജിൻ്റെ കാലാവസ്ഥ, ആ പ്രദേശത്ത് മരുഭൂമിയല്ലേ, മനുഷ്യരുടെ കൃഷി, ഇവരുടെ കലണ്ടർ വെച്ചിട്ട് മര്യാദക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരുടെ നമ്മളിപ്പോൾ ലോകക്രമത്തിൽ ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ മുഹമ്മദ് കച്ചവടത്തിന് യാത്ര പോകുന്ന പേർഷ്യയിലും സിറിയയിലും എല്ലായിടത്തും സോളാർ കലണ്ടറുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ അറബികൾക്കിടയിൽ ഖുറൈശികൾക്ക്, ഇവർ ജാഹിലിയ എന്ന് പറയുന്ന ഖുറൈശികൾക്കിടയിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഗോത്രത്തിൻ്റെ അതിന് ചുമതലയുണ്ടായിരുന്നു. അവർ വർഷാവർഷം കൂടിയാലോചന നടത്തി എപ്പോഴാണ് അതിവർഷം ഇടേണ്ടത്, അതിൽ എത്ര ദിവസമാണ് ഉണ്ടാവേണ്ടതെന്ന് തീരുമാനിച്ച് അവരെ നടപ്പിലാക്കി കൊണ്ടുവന്നിരുന്ന സിസ്റ്റത്തിൽ 63 കൊല്ലം ജീവിച്ച മനുഷ്യൻ മരിക്കണീൻ്റെ തലേ കൊല്ലം കാണിച്ച കുന്തിരിമ എന്ന് നമ്മളെ നാട്ടിൽ പറയും. ആ കുന്തിരിമയുടെ ഫലമാണ് ഇപ്പം മുസ്ലിങ്ങൾ ഈ കൊല്ലം കണക്കൂട്ടാൻ പറ്റാണ്ട് ഇടങ്ങാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ദൈവം നിയോഗിച്ച, ദൈവത്തിൻ്റെ നിർദ്ദേശത്തിൽ അടിസ്ഥാനത്തിലല്ല മുഹമ്മദ് നബി ഒന്നും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഇല്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹുവിൻ്റെ ശാസ്ത്രബോധം ആകാശത്തിലും ഈ കാലഗണനയിലുമൊക്കെ പ്രതിഫലിക്കും. അതുകൊണ്ട് ഖുർആൻ ശാസ്ത്രത്തിൽ എന്തായാലും ഇപ്പോൾ ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ചില ഈ ബിഗ് ബാങ്, ഭ്രൂണശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ നടക്കാറുണ്ട്. പിന്നെ പുതിയൊരു പ്രവണത വരുന്നത് ഈ കണക്കിലെ കളികൾ, അത്ഭുതങ്ങൾ എന്നൊക്കെയാണ്. അതൊക്കെ നമുക്ക് പിന്നെ ഒരവസരത്തിൽ ഖുർആനിലെ ഗണിതശാസ്ത്ര അത്ഭുതങ്ങൾ മറ്റൊരവസരത്തിൽ പറയാം. എന്തായാലും ഇങ്ങനെ പരിപാടിക്ക് വിളിച്ചതിനുള്ള നന്ദി പറയുന്നു. ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.